അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 7ാം ക്ലാസ്സിലെ അഖായിദിൽ വന്ന 2 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട്, ഓരോ ചോദ്യവും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി അതിലെന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പാഠഭാഗം ഒന്നുകൂടി നോക്കി മനസ്സിലാക്കിയിട്ട് കൺഫ്യൂഷൻസൊക്കെ തീർക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നോക്കുന്നത്. അപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ നമ്മളിതിൽ പരിശോധിക്കും. ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ചാനലാരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടും. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമതായിട്ട് വന്ന ചോദ്യം, കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നാമതായിട്ട് വന്ന ചോദ്യം, മുസ്ലിമിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. എന്താണ് മുസ്ലിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുക? മനപ്രയാസം, സമ്പത്ത്, സന്താനങ്ങൾ. എന്താണ്? മനപ്രയാസമാണല്ലേ. മനപ്രയാസം, ദുഃഖം, ക്ലേശം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതാണ് മനപ്രയാസമാണ് ഉത്തരം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി ചോദിച്ചത് ആരാണെന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, റബിയ റളിയല്ലാഹു അൻഹു. ആരാണ്? റബിയ റളിയല്ലാഹു അൻഹു ആണല്ലേ. തണുത്ത രാത്രിയിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് നമ്മൾ പഠിച്ചു വെക്കുക. മറ്റ് 2 ആളുകളെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള എന്താണ്, ഏതൊരു രൂപത്തിലാണ് നമ്മുടെ പാഠത്തിൽ അവരെ പറയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. അടുത്തത്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഭരണം നടത്തും. എത്ര വർഷമാണ് ഭരണം നടത്താനുള്ളതാണ് ചോദിക്കുന്നത്. 3 ഓപ്ഷൻ ഉണ്ട്. എത്രയാണ്? 70 വർഷം, 7 വർഷം, 700 വർഷം. എന്താണ്? 7 വർഷമാണ് അല്ലേ. 7 വർഷമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ എന്ത് ചെയ്യുക, ഭരണം നടത്തലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഉള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത് ആരാണ്? ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ആരാണ്? ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണല്ലേ. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെ തന്നെ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ നമ്മുടെ പാഠത്തിൽ പരാമർശങ്ങളുണ്ട്. എവിടെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ വേറൊരു ചോദ്യം ഉള്ളത്, ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ തന്നെ മറ്റൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ആവർത്തിച്ച് വന്നതാണ്, നേരത്തെ നമ്മൾ കണ്ടു. ആസഫ് ബിൻ വറഖിയ, താജുദ്ദീൻ സുബ്കി, റബിയ റളിയല്ലാഹു അൻഹു. എന്താണ് ഉത്തരം? റബിയ റളിയല്ലാഹു അൻഹു ആണ്. മറ്റുള്ള 2 ആളുകളും നമ്മൾ പാഠത്തിൽ പരാമർശമുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് നിങ്ങൾ നോക്കി വെക്കണം. മറ്റൊരു ചോദ്യം, രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയിരുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് ഊതാറുണ്ടായിരുന്നത്? മുഅവ്വിദാത്ത്, യാസീൻ, ആയത്തുൽ കുർസി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതാറുണ്ടായിരുന്നത്? മുഅവ്വിദാത്താണല്ലേ. മന്ത്രത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നോക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുക. അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കുന്നതിൻ്റെ വിധി എന്താണ്? അതുപോലെ തന്നെ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എന്താണ്? ഹറാമാണ്, ഷിർക്കാണ്, ഇബാദത്താണ്. എന്താണ് ഉത്തരം? ഷിർക്കാണല്ലേ. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹു ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കൽ ഷിർക്കാണല്ലേ. അടുത്തൊരു ചോദ്യം എന്താണ്? സമ്പൂർണ്ണ നീതി നടപ്പാകുന്ന ലോകം. സമ്പൂർണ്ണ നീതി നടപ്പിലാകുന്ന ലോകം. ഏത് ലോകത്താണെന്ന് സംഭവിക്കുക? ഇഹലോകം, ഖബർ, പരലോകം. ഏതാണ്? ഇഹലോകത്ത് സാധ്യമല്ലേ, പരലോകത്താണ്. അപ്പോൾ ഈ ലോകത്ത് ഒരാളെ കൊന്നാൽ തിരിച്ച് മാക്സിമം ഒരാളെ കൊല്ലാൻ കഴിയും. പക്ഷേ 100 ആളൊക്കെ കൊന്നാൽ മാക്സിമം തിരിച്ച് ഒരാളെ കൊല്ലാനേ കഴിയുള്ളൂ. അപ്പോൾ ഈ ലോകത്ത് പൂർണ്ണമായ നീതി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അടുത്ത ചോദ്യം, മിയാസിസിലൂടെ അള്ളാഹു തആല നശിപ്പിക്കും. ആരെയാണ് മിയാസിലൂടെ നശിപ്പിക്കുക? ദാബത്തുൽ അർള്, ദജ്ജാൽ, യഅജൂജ് മഅജൂജ്. ആരെയാണ്? യഅജൂജ് മഅജൂജിനെയാണ് മിയാസിസിലൂടെ അള്ളാഹു തആല നശിപ്പിക്കുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി നമ്മളെ ദാബത്തുൽ അർളിനെ കുറിച്ചും ദജ്ജാലിനെ കുറിച്ചൊക്കെ നമ്മൾ പാഠത്തിൽ പരാമർശമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി വെക്കണം. എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയണം. ദജ്ജാലിനെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് നബിയോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടു തന്നെയാണ്. ആരാണ്? 3 ആളെ പേര് ഇവിടെയും പറയുന്നുണ്ട്. ഉഖ്ബത്ത് ബിൻ ആമിർ, ബിലാൽ ബിൻ ഹാരിസ്, ഉമർ ബിൻ ഖത്താബ്. ആരായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മ ഉണ്ടോ? പറഞ്ഞു നോക്കൂ. കിട്ടിയ ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. പിന്നെ അടുത്ത ചോദ്യം, രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണല്ലേ. ഒന്ന് പറഞ്ഞു നോക്കൂ. മുഅവ്വിദാത്ത് അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ബദർ ശുഹദാക്കളെ ആദരിക്കൽ, അതിൻ്റെ വിധി എന്താ? ബദർ ശുഹദാക്കളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? ബദർ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിച്ച ഒരു വിഭാഗം ആളുകളാണല്ലേ.
അപ്പോൾ അവരാദരിക്കൽ എന്താണ്? ഇബാദത്താണ്, ഷിർക്കും കുഫറുമാണ്, മഅസിയത്താണ്. എന്താ നമ്മൾ പഠിച്ചത്? അള്ളാഹു ആദരിച്ച ആളുകളെ ആദരിക്കൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇബാദത്താണ് കേട്ടോ, ഷിർക്കും കുഫറും മഅസിയത്തൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഉത്തരത്തിൻ്റെ ഭാഗത്ത് പറയപ്പെടാത്ത ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതെന്താണ് നമ്മൾ ഭാഗത്ത് വന്ന ആളുകളുടെ പേരുകൾ തന്നെയാണ്, അവരെന്താണ്, അവരുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് വായിച്ച് നോക്കാം. അല്ലാഹു തആല മിയാസിസിലൂടെ നശിപ്പിക്കും. നമ്മൾ ആദ്യം ഒരു ഭാഗം നന്നായി വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. പിന്നെ അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം. അടുത്തത് ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. ഭൂമിയിൽ നീതി നിറക്കും. അൽ ഹുജ്റത്തു ഷരീഫയിൽ മറമാടും. അപ്പോൾ ഇത് ഓരോ ആളുകളെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ ആളുകളെ പേരാണ് പുറത്തുണ്ടാവുക. അപ്പോൾ ആ ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ദാബത്തുൽ അർദ്, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, ഈസ റളിയല്ലാഹു അൻഹു, യഅജൂജ് മഅജൂജ്, ദജ്ജാൽ, ഇങ്ങനെയുണ്ട്. നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ഒന്നാമത് എന്താ? അല്ലാഹു തആല മിയാസിസിലൂടെ നശിപ്പിക്കും. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ നേരത്തെ ചോദ്യം കണ്ടു അല്ലേ. യഅജൂജ് മഅജൂജിനെ കുറിച്ചല്ല അങ്ങനെ പറഞ്ഞത്, മിയാസിസിലൂടെ നശിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡി എന്ന് എഴുതി കൊടുക്കുന്നു. ഇവിടെ തെറ്റില്ലാതെ എഴുതണം കേട്ടോ. ഇവിടെ കുത്തിവരട്ട് ഇങ്ങനെ ആദ്യം ഒരു എഴുതി ഇങ്ങനെ കുത്തിവരട്ട് പിന്നെ അത് തിരുത്തിയതിന് ഒരു ശൈലിയൊന്നും ഉണ്ടാകരുത്. അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം പെൻസിൽ കൊണ്ട് എഴുതുക, എന്നിട്ട് പിന്നെ പേന കൊണ്ടാക്കി കൊടുക്കുക. എന്തായാലും പേന കൊണ്ട് എഴുതാം കേട്ടോ, പെൻസിൽ കൊണ്ട് എഴുതി നിർത്തി പോകരുത്, പൂർത്തിയാക്കി പേന കൊണ്ട് തന്നെ എഴുതണം. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തെറ്റില്ലാതെ വെക്കുകയാണ് നല്ലത്. തെറ്റിട്ടാൽ അഥവാ തെറ്റിയാൽ വെട്ടിടൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ വൃത്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ അടുത്തൊരു ചോദ്യമുള്ളതാണ്, അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം ഏതാണ്? ഏത് മൃഗമാണ് അന്ത്യനാളിൽ പുറപ്പെടുന്ന പറഞ്ഞത്? ദജ്ജാലിനെ കുറിച്ചാണോ അങ്ങനെ പറഞ്ഞത്? അല്ലല്ലേ, ദാബത്തുൽ അർദാണ്. ദാബത്തുൽ അർദാണ് അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം. അടുത്തത് ഭൂമിയിൽ 40 ദിവസം ജീവിക്കും. ഭൂമിയിൽ 40 ദിവസം ജീവിക്കുന്ന ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മുടെ ദജ്ജാലിനെ കുറിച്ചാണ്. ഭൂമിയിൽ 40 ദിവസം ജീവിക്കുന്നു അല്ലേ. അപ്പോൾ ദജ്ജാൽ ഈ എന്ന ഇതിൽ കൊടുക്കുക. അടുത്തത് എന്താണ്? ഭൂമിയിൽ നീതി നിറക്കും. ഭൂമിയിൽ നീതി നിറക്കുന്ന ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇമാം മഹ്ദി റളിയല്ലാഹു കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തത് എന്താണ്? അൽ ഹുജ്റത്തു ഷരീഫയിൽ മറമാടും. ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? ഈസ അലൈഹി സ്വലാമിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഹുജ്റത്തു ഷരീഫയിൽ മറമാടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് വായിച്ച് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യാട്ടോ. ഇതും ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി, നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ. അപ്പം ഈ മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ചേരുംപടി നമുക്ക് നോക്കാം. എന്താണ് ചേരുംപടി ചേർക്കുക? ആന്തരികമായ ഖൈറാണ്. അംബിയാ മുർസലുകളിൽ ചെയ്ത കാര്യം. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ. അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും. ഭൂമി താഴുക എന്നാണ് അർത്ഥം. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇബാദത്തുണ്ട്, വിശ്വസ്തത ഉണ്ട്, തവസ്സുലുണ്ട്, ഹസ്ഫുണ്ട്, ബറക്കത്തുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കല്ലേ. ആന്തരികമായ ഖൈറാണ്. എന്താണ് ആന്തരികമായ ഖൈർ എന്ന് പറഞ്ഞാൽ? ഏത് പാഠത്താണ് പഠിച്ചിട്ടുണ്ടല്ലേ? ആന്തരികമായ ഖൈർ, അതുപോലെ തന്നെ പ്രത്യക്ഷമായ ഖൈർ അല്ലേ. അപ്പോൾ ഇവിടെ ആന്തരികമായ ഖൈറിൽപ്പെട്ടതാണെന്ത്? ബറക്കത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബറക്കത്ത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നു? ഈ എന്നിവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തത് എന്താണ്? അംബിയാ മുർസലുകൾ ചെയ്ത കാര്യം. അംബിയാ മുർസലുകൾ ചെയ്ത കാര്യം എന്താ? അങ്ങനെ പറഞ്ഞ കാര്യം എന്തിനെക്കുറിച്ചാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞത്? തവസ്സുലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ? തവസ്സുൽ ഇല്ലേ, ഇമാം സുബ്കി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടില്ലേ? അംബിയാ മുർസലുകൾ ചെയ്ത കാര്യമാണ് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ തവസ്സുൽ അംബിയാ മുർസലൊക്കെ ചെയ്ത കാര്യമാണ്. സി എന്ന് എഴുതി കൊടുക്കുന്നു. അടുത്തതുള്ളത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബദരീങ്ങൾ ആദരിക്കുന്നിടത്ത് അള്ളാഹു തആല ആദരിച്ചതിനെ ആദരിക്കൽ എന്താണ്? അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് അല്ലേ. അപ്പം ഇബാദത്താണ്. അപ്പോൾ നമ്മൾ എന്ന് എഴുതി കൊടുക്കുന്നു. അടുത്തത് എന്താണ്? അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും. അന്ത്യനാൾ അടുത്താൽ എന്താ നഷ്ടപ്പെടും എന്ന് പറഞ്ഞത്? അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടുന്ന ചെറിയ അടയാളങ്ങൾ പറഞ്ഞിടത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വിശ്വസ്തത നഷ്ടപ്പെടും അല്ലേ. അന്ത്യനാൾ അടുത്താൽ വിശ്വസ്തത നഷ്ടപ്പെടുത്തും. അടുത്തത് ഭൂമി താഴുക എന്നാണ് അർത്ഥം. ഭൂമി താഴുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ 10 ദൃഷ്ടാന്തങ്ങൾ സംഭവിക്കാതെ ഈ ഖിയാമത്ത് സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അവിടെ പറഞ്ഞില്ലേ 3 ഹസ്ഫുകൾ സംഭവിക്കുന്നു. ആ ഹസ്ഫിനെ കുറിച്ചാണ് ഭൂമി താഴുക എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മളെ അവിടെ നഖറവ് നഫൂമിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ ഉണ്ടാവും അല്ലേ. അപ്പം ഇവിടെ ഡി എന്ന് എഴുതി കൊടുക്കുന്നു, ഹസ്ഫാണ് കേട്ടോ. അപ്പം ഇത് ഇത്തരം ഭാഗം ചേരുമ്പോൾ ചേർക്കുക, ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഇത് രണ്ടും ഉത്തരമുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, പരമാവധി നന്നാക്കി എഴുതി കേട്ടോ. അതിനുശേഷം വരുന്ന ഭാഗങ്ങളാണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ഭാഗങ്ങൾ. വിട്ട ഭാഗം പൂരിപ്പിച്ച് കൊടുക്കാനുള്ള ഭാഗം. അപ്പോൾ നമ്മളിവിടെ വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കണം. നിങ്ങളൊന്ന് നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ നോക്കണം. നമ്മളതിന് ശേഷം ഉത്തരം കാണിക്കും.
അപ്പം നിങ്ങൾ കിട്ടിയ ആളുകൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്ര നോക്കാമല്ലോ, എത്ര ആളുകൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട് നോക്കട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഡാഷ് വർഷം ഭരണം നടത്തും. എത്ര വർഷം ഭരണം നടത്തും മഹ്ദി ഇമാം? അറിയുന്നതൊക്കെ ഒന്ന് വേഗം കമൻറ്റ് ചെയ്തോളട്ടോ. എത്ര വർഷമാണ്? 7 വർഷം ഭരണം നടത്തും അല്ലേ. അടുത്തത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഡാഷ് സന്തോഷമാണ്. എന്താണ്? ഓർമ്മ ഉണ്ടോ? മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ശാശ്വത സന്തോഷമാണ്. അടുത്തതെന്താണ്? ഉലമാക്കളെ അനുസരിക്കൽ ഡാഷ്ക്കുള്ള ഇബാദത്താണ്. എന്താണ് ഉലമാക്കളെ അനുസരിക്കൽ? ആർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞത്? അല്ലാഹു തആലക്കുള്ള ഇബാദത്താണ് ഉലമാക്കളെ അനുസരിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യമുള്ളത് അൽ ഹജറുൽ അസ്വദ് ഡാഷ് സർവാംഗീകൃത സുന്നത്താണ്. എന്താണ് സർവാംഗീകൃത സുന്നത്താണെന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഹജറുൽ അസ്വദ് ചുംബിക്കൽ സർവാംഗീകൃത സുന്നത്താണ് അല്ലേ. അടുത്ത ചോദ്യം അല്ലാഹു തആല മാത്രമേ ഡാഷ് ഉപദ്രവവും ചെയ്യൂ. എന്താണത്? അല്ലാഹു തആല മാത്രമേ പറഞ്ഞു നോക്കൂ. സ്വയം ഉപകാരവും ഉപദ്രവവും ഒക്കെ ചെയ്യുന്നത് എന്താണ്? അല്ലാഹു മാത്രമാണ് അല്ലേ. അപ്പോൾ സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നത് അല്ലാഹു തആല മാത്രമാണ് കേട്ടോ. അടുത്ത ചോദ്യം ദജ്ജാൽ ഭൂമിയിൽ ഡാഷ് ദിവസം ജീവിക്കും. എന്താണ്? എത്ര ദിവസം ജീവിക്കും എന്ന് പറഞ്ഞത്? ദജ്ജാൽ മഹ്ദി ഇമാം ആണെങ്കിൽ ദജ്ജാൽ 40 ദിവസം ഭൂമിയിലുണ്ടാവും. ആര്? ദജ്ജാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മഹ്ദി ഇമാം 7 വർഷമാണ്, ദജ്ജാൽ 40 ദിവസമാണ്. അതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. മറ്റൊരു ചോദ്യ പേപ്പറിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വായിച്ച് നോക്കാം. നിങ്ങൾ നേരത്തെ പോലെ തന്നെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ. എന്താണ്? മനുഷ്യർ തിന്മ തിരഞ്ഞെടുത്താൽ ഡാഷ് ലഭിക്കും. എന്താണ്? മനുഷ്യർ തിന്മ തിരഞ്ഞെടുത്താൽ എന്താ ലഭിക്കുക? ശിക്ഷ ലഭിക്കുന്ന പറഞ്ഞല്ലേ. ഫഅലുൽ ലിമാ യുരീദ് എന്ന പാഠം നോക്കിയാൽ കിട്ടും കേട്ടോ. പിന്നെ മാതാപിതാക്കളെ അനുസരിക്കൽ ഡാഷിനുള്ള ഇബാദത്താണ്. എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കൽ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. കാരണം മാതാപിതാക്കളെ അനുസരിക്കണം അള്ളാഹു തആല പറഞ്ഞതാണല്ലേ. അപ്പോൾ അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. പിന്നെ ബഹുദൈവാരാധകർ അള്ളാഹു തആലക്ക് ഡാഷ് നിശ്ചയിച്ചു. എന്താണ്? ബഹുദൈവാരാധകർ അള്ളാഹു തആലക്ക് എന്ത് നിശ്ചയിച്ചു എന്നാണ് പറഞ്ഞത്? പങ്കുകാരെ നിശ്ചയിച്ചു അല്ലേ. അതെന്താണ്? ശിർക്കാണല്ലേ. പങ്കുകാരെ നിശ്ചയിക്കാൻ പാടില്ല. പിന്നെ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിലുണ്ടാകൂ അല്ലേ. ആ കാറ്റൊക്കെ അടിച്ച് പിന്നെ അന്ത്യനാൾ അടിക്കുന്ന സമയത്ത് അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്? ദുർജനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പം അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ദുർജനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ, പിന്നെ ഭൂമിയിലുണ്ടാവുള്ളൂ. അല്ലാഹു തആല ഒരു ജനതയെ ഡാഷ് അവരെ പരീക്ഷിക്കും. അല്ലാഹു തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുക കേട്ടോ. പാഠം നന്നായി വായിക്കുക. അതൊക്കെ ഓരോ വരിയിൽ നിന്ന് പൂരിപ്പിക്കാൻ ചോദിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നന്നായി വായിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലാഹു തആല നിന്ദിച്ചതിനെ ഡാഷ് കുറ്റകരമാണ്. അല്ലാഹു തആല നിന്ദിച്ചതിനെ എന്താക്കൽ കുറ്റകരമാണെന്ന് പറഞ്ഞത്? അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ്. അപ്പോൾ ആദരിക്കൽ കുറ്റകരമാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതിൻ്റെ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കൂ, കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഒന്നാമത് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അവർ മാത്രമേ ഉണ്ടാവൂ. ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണല്ലേ. എന്താണ്? ദുർജനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ള ചോദ്യമാണ്. അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നതിൻ്റെ വിധി എന്താ? പറയൂ. എന്താണ്? ഹറാമാണ് അല്ലേ. അടുത്തത് ഷിഫാ നൽകുന്ന ജലം ഏത്? ഷിഫ നൽകുന്ന ജലം ഏതാ? ഏത് ജലത്തെക്കുറിച്ചാണ് ഷിഫ നൽകുമെന്ന് പറഞ്ഞത്? സംസം വെള്ളത്തെക്കുറിച്ചാണ് പറഞ്ഞതല്ലേ. എന്താണത്? ആന്തരികമായൊരു ഖൈറിൽപ്പെട്ടതാണ് സംസം വെള്ളം ഷിഫ നൽകുക എന്നുള്ളത് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. പ്രത്യക്ഷമായ ഖൈറും അതുപോലെ തന്നെ ആന്തരികമായ ഖൈറും ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇൻഷാ അല്ലാഹ്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖിദ്മത്ത് ചെയ്യാൻ അവസരം കാത്തു നിന്ന സ്വഹാബിൻ്റെ പേരെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. എന്താണ്? ഓർമ്മ ഉണ്ടോ പേര്? എന്താണ്? റബീഅ റളിയല്ലാഹു അൻഹു ആണല്ലേ. ഇതൊക്കെ നിങ്ങൾ അറബിയിൽ എഴുതി പഠിക്കണം കേട്ടോ. പിന്നെ ദജ്ജാൽ പ്രവേശിക്കാത്ത ഒരു സ്ഥലം എവിടെയാണ്? ഏതൊക്കെ 2 സ്ഥലങ്ങളിൽ ദജ്ജാൽ എത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്ഥലം? മക്ക അല്ലെങ്കിൽ മദീന. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒരു സ്ഥലം നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2 സ്ഥലത്തും കടക്കൂല എന്ന് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 2 നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ 2 സ്ഥലങ്ങളും ചോദിക്കുകയാണെങ്കിൽ അതും എഴുതേണ്ടി വരും കേട്ടോ. പിന്നെ അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കുന്നതിൻ്റെ വിധി എന്താണ്? നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്താണ്? അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ് അല്ലേ. ഈ രൂപത്തിൽ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള അടുത്ത ചോദ്യ പേപ്പറിൽ എന്താ പറയുന്നത് നോക്കാം. 1 ദജ്ജാൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഏതാണ്?
ദജ്ജാൽ കൊല്ലപ്പെടുന്നത് എവിടെ വെച്ച് കൊല്ലപ്പെടുന്ന പറഞ്ഞത് ബാബുൽ ലുദ്ദിൽ വെച്ച് ദജ്ജാലിനെ കൊല്ലപ്പെടും അല്ലേ. ആരാ കൊല്ലുക എന്നുള്ള കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അന്ത്യനാളിനോട് അനുഭവിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദ്യമുണ്ട്. അന്ത്യനാളിനോട് അനുബന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം എവിടെയാണ്? എവിടെ നിന്നാണ് തീ പുറപ്പെടുന്നത് പറഞ്ഞത്? യമനിൽ നിന്ന് തീ പുറപ്പെടുന്നതാണ് അല്ലേ. അടുത്തത് സമ്പൂർണ്ണ നീതി നടപ്പാകുന്ന ലോകം ഏതാണെന്ന് ചോദ്യമുണ്ട്. എവിടെയാണ് സമ്പൂർണ്ണ നീതി നടപ്പാകുന്നത്? പരലോകത്താണ് അങ്ങനെ നടപ്പാവുക എന്നുള്ളതിലെ പരലോകത്താണ് സമ്പൂർണ്ണ നീതി നടപ്പാകുന്നത്. അടുത്തത് കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ ഒരു മഹാൻ. ആരാണ് കുട്ടികളുടെ കഴുത്തിൽ ഏലസ് കെട്ടിക്കൊടുത്തത്? ആരായിരുന്നു? അബ്ദുല്ലാഹിബിനു അംർ റളിയല്ലാഹു അൻഹു അല്ലേ. പിന്നെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ സൂക്ഷിച്ച അസ്മാ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ട്. ജുബ്ബ സൂക്ഷിച്ചത് ആരാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പഠിച്ചില്ലേ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അവരുടെ പിതാവിൻ്റെ പേരെന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്തത്, ആസഫിന് ബർഹിയ ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചു എവിടെ എത്തിച്ചത്? സിംഹാസനം എവിടെ എത്തിച്ചത്? ബൈത്തുൽ മുഖദ്ദസിൽ എത്തിച്ചതല്ലേ. എവിടുന്ന് എത്തിച്ചത്? സഭയിൽ നിന്നാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇസ്തിഗാസയെക്കുറിച്ച് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഇസ്തിഗാസയെക്കുറിച്ച് എന്ത് പറഞ്ഞു താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു? ഓർമ്മയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹുവിലേക്ക് തവസ്സുലും ഇസ്തിഗാസയും നടത്താം, തശഫുമൊക്കെ നടത്താം. അതെന്താണ്? അമ്പിയാക്കളൊക്കെ ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് മുഴുവനായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കൾക്ക് എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കൾക്ക് മന്ത്രിച്ചത് അല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കൾക്ക് എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചത്? എന്താണ് അല്ലേ? ഈദ് ചൊല്ലിയിട്ടാണ് മന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മത്തിൻ അമിൻ കുല്ലി ഐനിൻ ലാമ അല്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. തിരിച്ചും മറിച്ചൊക്കെ നമ്മളോട് ചോദിക്കാം. അടുത്തൊരു ചോദ്യം ഉള്ളത്, ഇബ്ലീസിനെ അള്ളാഹു തആല ശപിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇബ്ലീസിനെ ശപിക്കാൻ കാരണം? ഓർമ്മയുണ്ടോ? അള്ളാഹു തആല ആദരിച്ച ആദം അലൈഹി സ്വലാമിനെ അവൻ ആദരിച്ചില്ല. അതുകൊണ്ടാണ് ഇബ്ലീസിനെ എന്ത് ചെയ്തത്? ശപിക്കാൻ കാരണം അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു എന്ത്? ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? ഓർമ്മയുണ്ടോ? ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകം ഇല്ലാതാകാനും കൂടുതൽ കാലമില്ല എന്നല്ലേ. കൂടുതൽ കാലമൊന്നുമില്ല, ഇവിടെ ലോകം അവസാനിക്കാനായിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ പഠിച്ചാണല്ലേ. അപ്പോൾ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പൊക്കെ നമ്മൾ പഠിച്ചു വെക്കട്ടോ. അടുത്തത്, അന്ത്യനാളടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ എഴുതാൻ. അന്ത്യകാലം അടുത്താൽ വർദ്ധിക്കുന്നതും കുറയുന്നതുമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ ചെറിയ അടയാളങ്ങൾ പറയുന്നിടത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കുറയുന്നതും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതുമായ കാര്യങ്ങൾ എന്താണ് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വർദ്ധിക്കുന്നത്? വ്യഭിചാരം, പലിശ, കള്ളുകുടി, കൊലപാതകം, മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, ഇതൊക്കെ എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇനി മറ്റൊരു ചോദ്യപേപ്പറിൽ ഒറ്റവാചകത്തിൽ ഉത്തരേതാനുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഈസാ നബി അലൈഹി സ്വലാം മറമാടുന്നത് എവിടെയാണ്? ഈസാ നബി അലൈഹി സ്വലാമിനെ മറമാടുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇവിടെയാണ് ഹുജ്റത്തു ഷരീഫിലാണ് മറമാടുന്നത് അല്ലേ. പിന്നെ അടുത്തത്, ഉഖബത്ത് ബിൻ ആമിറുൽ ജുഹനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി നബിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഖബറിൻ്റെ അടുത്തേക്ക് വന്നിരുന്നോ? എവിടുന്നാണ് വന്നത്? എന്നിട്ട് തിരിച്ചു പോകാൻ എന്താ ആവശ്യപ്പെട്ടത്? സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാൻ ആവശ്യപ്പെട്ടു അല്ലേ. അപ്പോൾ അത് ആദ്യം വന്നു, പിന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ എത്ര സമയം എടുത്തത്, വരാൻ എത്ര സമയം എടുത്തത്, അതൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കുക കേട്ടോ. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇടയാക്കി എന്തിന്? കാലാവസ്ഥാ വ്യതിയാനം എന്തിനൊക്കെ ഇടയാക്കി? പറയൂ, എന്താണ്? പല ജീവികളുടെയും നാശത്തിനും അതുപോലെ തന്നെ മനുഷ്യജീവിതം ക്ലേശകരമാകാനും ഇടയാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ആഗതനാകും എപ്പോഴാണ് മഹ്ദി ഇമാം പുറപ്പെടുന്നത്, പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞത്? ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ എന്ത് ചെയ്യും? മഹ്ദി ഇമാം വരും അല്ലേ. പിന്നെ അടുത്തത്, ആദരിക്കേണ്ട 4 വിഭാഗങ്ങളുടെ പേര് ഏതാ? ആദരിക്കേണ്ട വിഭാഗങ്ങളും വസ്തുക്കളും പറയുന്നുണ്ട്. അപ്പോൾ വിഭാഗങ്ങളുടെ പേരുകളാണ് ചോദിച്ചത്. അപ്പോൾ വിഭാഗങ്ങൾ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ അല്ലേ. ഞാൻ വസ്തുക്കൾ പറയുകയാണെങ്കിൽ ഖുർആൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ മസ്ജിദ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇൻഷാ അല്ലാഹ്. ഇനി വേറൊരു ചോദ്യപേപ്പറിലെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഈസാ നബി അലൈഹി സ്വലാം എവിടെയാണ് ഇറങ്ങുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുന്നത്? ഓർമ്മയുണ്ടോ? ഡമസ്കസിലെ കിഴക്കുഭാഗത്തുള്ള വെള്ളമിനാരത്തിനടുത്താണ് മഹാനവറുകൾ ഇറങ്ങുക അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക.
മറ്റൊരു ചോദ്യം, കാല് മുറിച്ച് കളഞ്ഞപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? കാല് മുറിച്ച് കളഞ്ഞില്ലേ, അപ്പോൾ എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? അള്ളാഹു എനിക്ക് കൈകാലുകളായി 4 അവയവങ്ങൾ തന്നു, 1 അവനെടുത്തു, 3 അവശേഷിപ്പിച്ചു, അൽഹംദുലില്ലാ അല്ലേ? അതുപോലെ തന്നെ മക്കൾ അപകടത്തിൽ മരിച്ചപ്പോൾ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. വേറൊരു ചോദ്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കൾക്ക് വേണ്ടി മക്കളെ മന്ത്രിച്ചിരുന്ന ഒരു ദിക്ർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളെ മന്ത്രിച്ചിരുന്ന ദിക്ർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ പാഠത്തിൽ എവിടെയാണ് പറഞ്ഞതെന്നൊക്കെ ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ മക്കളേക്ക് മന്ത്രിച്ച അതേ സംഭവം തന്നെ അതിൻ്റെ താഴെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മന്ത്രിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയൊക്കെ ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമത്തിൻ വകുല്ലി ഐനിൻ ലാമ. ഇതൊക്കെ കാണാൻ പഠിക്കുമ്പോൾ എഴുതാനും കൂടി പഠിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ കാണാൻ പഠിച്ചിട്ട് അതിങ്ങനെ പറഞ്ഞു എഴുതുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എഴുതുന്ന ഓരോ അക്ഷരങ്ങളും ഏതൊക്കെ അക്ഷരങ്ങളാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് എഴുതി പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ബഹുദൈവാരാധകർ അല്ലാഹു തആല അല്ലാത്തവരെ ആരാധിച്ചു. ഏത് വിശ്വാസത്തിൽ? ബഹുദൈവാരാധകരുടെ വിശ്വാസം എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ്? സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ അള്ളാഹു അല്ലാത്ത ആളുകളൊക്കെ അല്ലെങ്കിൽ ആരാധിച്ചത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരിക. പിന്നെ നമുക്ക് 6 മാർക്കിൻ്റെ 5 വരിയിൽ എഴുതാനുള്ള ചോദ്യങ്ങൾ വരും. അത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നതിപ്പോൾ ഒന്ന് പരലോകം വന്നിട്ടുണ്ട്, മന്ത്രിക്കൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാറു മുബാറക്ക് വന്നിട്ടുണ്ട്. ഇതുപാട് ഒരുപാട് ഓപ്ഷനുകൾ നമ്മൾ ആപ്പിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് സാധ്യതാ ക്വസ്റ്റ്യൻസ് കിട്ടും. 5 മാർക്കിന് എന്തൊക്കെയാണ് വരുമെന്നുള്ളത് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ ആപ്പ് ഒന്ന് പോയി നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പരലോകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്? പരലോകത്തിൽ പുസ്തകത്തിൽ പറഞ്ഞ കൃത്യമായ പോയിന്റുകളായിരിക്കട്ടെ. നമുക്കറിയുന്ന എന്തെങ്കിലും കാര്യം വെച്ചാൽ പോരാ, പുസ്തകത്തിൽ പറഞ്ഞ കൃത്യമായ പോയിന്റുകൾ എഴുതിയാൽ 6 മാർക്കിന് 6 മാർക്ക് തന്നെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ 6 മാർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ പരലോകത്തെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞത് ഇഹലോകത്തെ അവസ്ഥ ശാശ്വത സുഖം ലഭിക്കുന്ന ഒരു ലോകത്തെ ആവശ്യപ്പെടുന്നു. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം, കുറ്റവാളിക്ക് കുറ്റത്തിനനുസരിച്ച് ശിക്ഷ ലഭിക്കുന്നതും നന്മ ചെയ്തവന് നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതുമായ ലോകം, ആ ലോകമാണ് പരലോകം. അന്ത്യദിനത്തോടെ പരലോകം ആരംഭിക്കുന്നു. നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗവാസവും മനുഷ്യന് ലഭിക്കുക പരലോകത്താണ്. ഇങ്ങനത്തെ ഒരു പോയിന്റുകളെ നല്ല പുസ്തകത്തിൽ പറഞ്ഞ പോയിന്റുകൾ അതിൽ വേണം കേട്ടോ. അപ്പോൾ അത് 5 വരിയിൽ പൂർത്തിയാക്കി എഴുതണം. പിന്നെ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരികമായ ഖൈറിൽപ്പെട്ട ഒന്നാണ് മന്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ലോകത്തിന് മരുന്ന് പ്രയോഗിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ സുഖപ്പെടും. ഖുർആനിലൂടെ സത്യവിശ്വാസികൾക്ക് ശമനം കാരുണ്യവും നൽകുന്നതാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്ത് ഓതി ഊതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ മന്ത്രിക്കുമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ആ മന്ത്രം അറിയുന്ന ആളുകൾ അതും എഴുതി കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, പുസ്തകത്തിൽ പറഞ്ഞ നല്ല പോയിന്റുകളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകുന്ന മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തനുസരിച്ച് ഭരണം നടത്തും. ഭൂമിയിൽ നീതി നിറക്കും. കണക്കില്ലാതെ ധനം വിതരണം ചെയ്യും. 7 വർഷത്തെ ഭരണത്തിനു ശേഷം വഫാത്താകും. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഇത്ര തോനെ വേണമെന്നില്ല, പക്ഷേ നമ്മൾ 5 വരി നിറയണം. നല്ല പോയിന്റുകളായിരിക്കും വേണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാറു മുബാറക്കിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തള്ളിമുടി നീക്കിക്കൊടുത്ത അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി അലൈഹി സ്വലാം കേശങ്ങൾ സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഇമാം നവവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറു മുബാറക്ക് ബറക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്നും ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ബറക്കത്തിന് എപ്പോഴും ഉപയോഗിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ഒരു ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പാഠഭാഗത്തുള്ള ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പാഠഭാഗം നോക്കി കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.